ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാഞ്ഞാലി ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ്റെ കറി നോക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പകുതി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് 4 മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ്ലി 2 മിനിറ്റോളം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നില്ല, ചട്ടകം ഉപയോഗിച്ചും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഈ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്ന് കോരി എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ എല്ലാതും വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനിയുള്ള കുക്കിങ്ങിലേക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ തൽക്കാലത്തേക്ക് ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും അതുപോലെ തന്നെ സവാള എല്ലാതും വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെച്ച ചീഞ്ചട്ടിയാണ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും അത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വറുത്തെടുക്കുക. അതിൻ്റെ പിന്നാലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഓയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതേപോലെ ബാക്കി എല്ലാ ചിക്കനും പൊരിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സെയിം ചീഞ്ചട്ടിയിൽ തന്നെ സെയിം ഓയിലിൽ തന്നെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ ഈ സെയിം ഓയിൽ എടുക്കാൻ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ആണെങ്കിലും അതുപോലെ തന്നെ സവാള ആണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തത് ഈ സെയിം ഓയിലാണ്. അപ്പോൾ ആ ഓയിലിന് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ്റെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ഓയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഓയിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ പുതിയ ഓയിൽ തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ, എന്നുവെച്ചാൽ മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാതും നല്ലപോലെ മൂത്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2.5 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ വെന്ത് വരണം, അതേപോലെ നല്ലപോലെ ഉടഞ്ഞ് വരണം. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉടഞ്ഞും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം മാറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മുടെ ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഗ്രേവി നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. ഏകദേശം വെന്ത ചിക്കനാണ്, എന്നാലും ആ ചിക്കൻ പീസും അതുപോലെ തന്നെ ആ ഗ്രേവിയും കൂടുതൽ നല്ലപോലെ യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അതൊന്ന് ഒരുമിച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പൊക്കെ കറക്റ്റില്ലായി നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒന്നിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചിക്കൻ കറിയുടെ ഗ്രേവി ഒന്നും കൂടി വറ്റി വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടിയും അടച്ചു വെച്ചിട്ട് ഞാൻ കറിയുടെ ഗ്രേവി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അതേപോലെ കണ്ടോ, കറിയിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊപ്പം കുറച്ച് ഓയിലും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കറുവപ്പട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ജാതിപത്രി, അതുപോലെ തന്നെ ഒരു തക്കോലം, 6 ഏലക്കായ, അതുപോലെ 9 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല, എന്താ വെച്ചാൽ ഇവിടെ ഉണ്ണിയോളുണ്ട്, അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തോളാം. അപ്പോൾ ഇതൊക്കെ പൊട്ടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിന് കണക്കറിയാമല്ലോ, ജീരകശാല അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രം കൊണ്ടോ അതുപോലെ തന്നെ ആ ഗ്ലാസ് കൊണ്ടോ 1.5 ഗ്ലാസ് വെള്ളം, അത് അതിൻ്റെ കണക്കാണ് കേട്ടോ. ആ കണക്കിന് നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അരിയുടെ വേവ് കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വെള്ളം തിളച്ചതാണ്. അപ്പോൾ പാത്രവും നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ തെറിക്കിട്ടോ, കണ്ടില്ലേ പാത്രത്തിന് ചുറ്റോളം തെറിച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, കൈമയ്ക്ക് ആവരുത്, പൊള്ളാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആണ് അപ്പോൾ ഇത് തിളച്ച് വെള്ളം കാരണം ഇതിൽ ഒഴിച്ച് കൊടുപ്പിക്കും, പെട്ടെന്ന് തിളച്ചു. ഞാനിതിപ്പോൾ പെട്ടെന്ന് ആ മിനിറ്റ് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇല്ലെങ്കിൽ ഇത് നേരെ ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സാധാരണ പറയാറുള്ള പോലെ ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഉപ്പ് പാകല്ലേന്ന് നോക്കുകയാണ്. ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ, ഒന്ന് മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിലേക്ക് ഞാൻ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജീരകശാല റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം 4.5 കപ്പ് മെഷർമെൻ്റ് കപ്പ് കൊണ്ട് 4.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ റൈസ് നല്ലപോലെ കഴുകിയതിന് ശേഷം 1 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഊറ്റി വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 30 മിനിറ്റാണ് ഞാൻ വെക്കാറുള്ളത്. പക്ഷേ ഇതിന് 1 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് ഈ ബിരിയാണി വെക്കുന്ന രീതി വേറെ ഇതേ കാരണമാണ്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കൈ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കൈ പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് 2 കൈ ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കൈ പൈനാപ്പിളും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചട്ടകം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതേ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൈസ് ഇരിക്കുന്നത്. ഞാനൊരു കയ്യിലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നുണ്ടാക്കിയ ബിരിയാണിയേക്കാളും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ 7 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് അതിന് ശേഷം 15 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ വെക്കുകയല്ലേ പതിവ്. ഇതങ്ങനെയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ റൈസ് ആദ്യം 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഈ മാഞ്ഞാലി ബിരിയാണിയിൽ ഞങ്ങളുടേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ മാഞ്ഞാലി ബിരിയാണിനെ കുറിച്ച് കേൾക്കണത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ കേട്ടിട്ടാണ്. സാധാരണ ഫോം വിളിക്കുമ്പോൾ ഞാൻ വെള്ളിയാഴ്ചകളിൽ അവിടെ എന്നും ബിരിയാണി ആയിരിക്കും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എന്ത് ബിരിയാണി, അപ്പോൾ പറയും മാഞ്ഞാലി ബിരിയാണിയാണ്, സ്പെഷ്യൽ ബിരിയാണിയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ മാഞ്ഞാലി ബിരിയാണി കേട്ടിട്ടില്ല. സാധാരണ ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മാഞ്ഞാലി ബിരിയാണി എന്താണെന്ന് അപ്പോൾ പറയും എറണാകുളത്ത് ഉള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ അല്ല, എന്താണ് പ്രത്യേകിച്ച് നമ്മുടെ ബിരിയാണിയിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞു. അത് വേറൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ അത് കഴിക്കണം, എന്നാലും തന്നെ അറിയുള്ളൂ, പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ക്യൂരിയോസിറ്റി. അപ്പോൾ അവിടെ റൂമിൽ ഉണ്ടാക്കുന്നത് ഷാജുക്ക എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷേട്ടൻ ഇങ്ങനെ പറഞ്ഞൊരു അറിവ് വെച്ചിട്ട് അങ്ങനെയും കുറച്ച് അറിവ് വെച്ച് പിന്നെ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള ബിരിയാണി അല്ലേ സാധാരണ വെക്കാറുള്ള എൻ്റെ ഒരു ഇതും വെച്ച് അങ്ങനെ ഞങ്ങളുടേതായ രീതിയിലാണ് ഞാൻ ഈ മാഞ്ഞാലി ബിരിയാണി വെച്ചിട്ടുള്ളത്. വെച്ച് നോക്കിയപ്പോൾ സത്യമാണ് പറഞ്ഞത്, ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ വിചാരിച്ചു അതെന്തുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൂടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത്. നല്ല കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കുന്നതിന് മുന്നേ ഞാൻ റൈസ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ കറി വെച്ചപ്പോൾ ചിക്കൻ വേവിച്ച ആ വെള്ളമല്ലേ, അതിലൊരു ഗ്ലാസ് വെള്ളം, ഇത്രയോളം വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും റൈസിൻ്റെ എത്തും. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് മൂടുകയാണ്. മൂടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല എയർ ടൈറ്റ് വേണം കേട്ടോ. നമ്മൾ ഈ ഇപ്പോൾ റൈസിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് വേവൊക്കെ കറക്റ്റായി കിട്ടണമെങ്കിൽ നല്ല എയർ ടൈറ്റ് നിന്നാലാണ് നമ്മുടെ റൈസിൻ്റെ വേവൊക്കെ കറക്റ്റായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ഇടിക്കലുണ്ടാവില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല വെയിറ്റുള്ള സാധനം വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് നല്ല പോലെ എയർ ടൈറ്റായിട്ട് കറക്റ്റ് ആ റൈസിൻ്റെ വേവൊക്കെ പാകമായി വരും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കേട്ട് നമുക്ക് തുറന്നു. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ റൈസിൻ്റെ വേവ് പാകമാണ്. ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഉലർത്തി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഫോർക്ക് കൊണ്ട് ആക്കി കൊടുത്തപ്പോൾ നല്ല പോലെ ഉലർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അല്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ചിക്കൻ കറി ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. വേവിക്കുന്നുണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ആണെങ്കിലും ഒക്കെ നമ്മൾ ചിക്കൻ കറി കഴിക്കുമ്പോൾ മനസ്സിലാവും ചിക്കൻ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.